UDF നേതാക്കൾ തന്നെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ടെന്ന് PV അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കാനിരിക്കെ അൻവറിനെ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. VD സതീശനെതിരെ അദ്ദേഹം ഇന്ന് തുറന്നടിക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ സർക്കാരിനെ പുറത്താക്കണം എന്നാണ് അൻവറിന്റെ നിലപാട്. നിലമ്പൂർ ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി വിജയിക്കുന്നത്. അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് UDF വരാൻ വേണ്ടി. ആഭ്യന്തര വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ വരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരാം. അതിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം അവരുടെ പ്രശ്നം അത്. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ അൻവറിൻ്റെ കാര്യം. പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല. അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ത് പറഞ്ഞു എന്നുള്ളതോ CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും ഞങ്ങളതിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒറ്റുകൊടുത്തത്. UDFന് വേണ്ടി ഒറ്റുകൊടുത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, യുവദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. അത് UDFന് വേണ്ടിയിട്ടാണ്. UDFും അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അതൊന്നും ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നല്ല മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ പോവാണ്. അത് ഇവർ നേരത്തെ തീരുമാനിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതിനുശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും എല്ലാമുള്ള മുന്നോടിയായിട്ടായിരിക്കും ഈ പോരാട്ട വിജയം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മറ്റൊരു പിണറായിയെ ആ സ്ഥാനത്ത് ഇരുത്തില്ല എന്ന് VD സതീശനെ സൂചിപ്പിച്ച് അൻവർ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഉന്നയിച്ച വിഷയങ്ങൾ പ്രധാനമായും പോലീസിനെ കുറിച്ചും വനമേഖലയെ പറ്റിയുമാണ്. അതുകൊണ്ട് തന്നെ 2026 അധികാരത്തിലെത്തിയാൽ ഈ 2 വകുപ്പും തനിക്ക് കിട്ടണം എന്ന ഉപാധിയും അൻവർ മുന്നോട്ട് വെച്ചു. ഇന്ന് രാവിലെ ഈ മുതിർന്ന നേതാക്കൾ എന്നെ വിളിച്ചു. ഒറ്റ കാര്യമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. VD സതീശൻ UDF ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാൻ വരില്ല. കാരണം ഒരു പിണറായിയെ ഇരുത്തിയിട്ട് മറ്റൊരു പിണറായിയെ കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രി പദം ഏതായാലും തരില്ല. വനം, ആഭ്യന്തര വകുപ്പുകൾ തനിക്ക് കിട്ടണം എന്ന ഉപാധിയും വെച്ചിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ചയെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏറ്റെടുത്ത വിഷയം പോലീസ് വകുപ്പും വനം വകുപ്പുമാണ്. ഇത് രണ്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് തരാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്ത് കരാർ എഴുതി തരണം. അത് പരസ്യമാക്കണം. ഉപാധി അംഗീകരിച്ചാൽ UDFന്റെ മുന്നണി പോരാളിയായി താൻ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ 2 വകുപ്പുകൾ തരണം, അല്ലെങ്കിൽ VD സതീശനെ മാറ്റി മറ്റൊരാളെ UDF ചെയർമാനാക്കണം. ഇക്കാര്യത്തിൽ ധാരണയുണ്ടായാൽ മാത്രമേ ഞാൻ UDFിലേക്ക് വരികയുള്ളൂ. കുഞ്ഞാലിക്കുട്ടി, PJ ജോസഫ്, ഷിബു ബേബി ജോൺ തുടങ്ങി എല്ലാ നേതാക്കളും ഇക്കാര്യത്തിൽ ധാരണയാകണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സതീശനെ മാറ്റണമെന്ന ധാരണയും ഉണ്ടാകണം. അതേസമയം പത്രിക പിൻവലിക്കില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അൻവർ മുമ്പോട്ട് പോകുന്നത്. പത്രിക നൽകാൻ പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ് മരിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുമെന്ന്. താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അൻവർ പറഞ്ഞു. നിലവിലെ സാഹചര്യങ്ങൾ അൻവർ മുന്നോട്ട് വെച്ച ഉപാധികൾ ഒരിക്കലും UDF നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന് ഉറപ്പാണ്. അൻവർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് UDF നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന പ്രതികരണം. അപ്രായോഗികമായ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം UDF പ്രവേശനത്തിനാണ് അൻവർ ശ്രമിക്കുന്നത്. പിന്നീട് ചില നിയമസഭാ മണ്ഡലങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന വാർത്തയും വന്നിരുന്നു. ഇപ്പോഴത്തെ പരസ്യമായി 2 വകുപ്പുകൾ കിട്ടണമെന്ന് അൻവർ ആവശ്യപ്പെടുകയാണ്. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് പാതയൊരുക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലവിൽ 18 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തുള്ള മണ്ഡലത്തിലെ മുൻ MLA PV അൻവർ പത്രിക പിൻവലിച്ച് മത്സരത്തിൽ നിന്നും മാറുമോ എന്നതിലും ആകാംക്ഷ നിലനിൽക്കുകയാണ്. ആകെ ലഭിച്ച 25 പത്രികകൾ ഡമ്മി സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെ 7 പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളിയിരുന്നു. നിലവിൽ ആര്യടൻ ഷൗക്കത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. M സ്വരാജ് CPM സ്ഥാനാർത്ഥിയും, മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയും, ഹരിനാരായണൻ ശിവസേന, N ജയരാജൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മുജീബ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ്. അബ്ദുൾ റഹ്മാൻ കിഴക്കേത്തൊടി സ്വതന്ത്ര സ്ഥാനാർത്ഥി, AK അൻവർ സാദക് സ്വതന്ത്ര സ്ഥാനാർത്ഥി, P രതീഷ്
പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ജി സതീഷ് കുമാർ സോഷ്യലിസ്റ്റ് ജനതാദൾ, വിജയൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സാദിഖ് SDPI സ്ഥാനാർത്ഥി തുടങ്ങിയവരാണ് മത്സര രംഗത്തുള്ളത്. ഇതിനിടെ SDPI സ്ഥാനാർത്ഥി സാദിഖ് നെടുത്തൊടിയുടെ പത്രിക തള്ളി എന്ന തെറ്റായ വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നു. സാദിഖ് നെടുത്തൊടി സമർപ്പിച്ച 3 സെറ്റ് പത്രിക നൽകിയതിൽ 2 എണ്ണം സ്വീകരിച്ചിട്ടുണ്ട്, 1 തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് SDPIയുടെ പത്രിക തള്ളി എന്ന രീതിയിൽ തെറ്റായ വാർത്തകൾ പ്രചരിക്കാൻ ഇടയായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം നൽകിയ പത്രക്കുറിപ്പിൽ സാദിഖ് SDPI എന്ന പേര് തള്ളിയ പത്രികയുടെ കൂട്ടത്തിലും സാദിഖ് നെടുന്തട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ എന്ന പേരിൽ സ്വീകരിച്ച പത്രികയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് തിരുത്തി സ്വീകരിച്ചവരുടെ പട്ടികയിൽ സാദിഖ് ഇടം പിടിക്കുകയായിരുന്നു ചെയ്തത്. പുതിയ പത്രിക ഇറക്കിയ ശേഷമാണ് ആശങ്കക്കുഴപ്പം പരിഹരിക്കപ്പെട്ടത്. കൂടാതെ അണികളും നേതാക്കളും ഇത്രയും ആവേശത്തിൽ പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ പറഞ്ഞത്. അൻവർ ഒരു ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFൽ അൻവറിനെ എത്തിക്കുന്നത് അവസാന നിമിഷത്തിലാണ് പരാജയപ്പെട്ടത്. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തിനെ അൻവർ അനുകൂലിച്ചിരുന്നില്ല. ഇതേ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ നീക്കം പരാജയപ്പെടുകയായിരുന്നു. അൻവർ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരേണ്ട ആളായിരുന്നുവെന്ന് K. സുധാകരൻ പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെയും മുന്നണിയുടെയും ചട്ടക്കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. പിണറായി വിജയനെ പോലെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളെ കണ്ടിട്ടില്ല. പൊതുജനങ്ങളുടെ പണമാണ് മക്കളും അക്കൗണ്ടുകളിൽ കൊണ്ടു നടക്കുന്നത്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ 19-ന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു അവധി പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് ഡ്രൈ ഡേയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡോക്ടർ രത്തൻ യു കേൽക്കർ IAS അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മത്സരമായിരിക്കും നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസം മാത്രം അവശേഷിക്കെ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ളതാണ്. ഭരണമാറ്റമോ തുടർഭരണമോ എന്നതാണ് ഇതിൽ പ്രധാനം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തും LDF സ്ഥാനാർത്ഥിയായി M. സ്വരാജും PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും BJP സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജും കളത്തിലുണ്ട്.